ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പൊ നമ്മളിന്ന് രണ്ടാമത്തെ അധ്യായം ആദിയിലത്തെ രണ്ടാമത്തെ അധ്യായമാണ് വായിക്കാൻ പോകുന്നത്, ആദ്യത്തെ ശ്ലോകം മുതൽക്ക്. അപ്പൊ ഈ അധ്യായം എന്താണ്, അതിന്റെ ശീർഷക, അതിന്റെ പേരെന്താണ്? അധ്യായത്തിന്റെ ചൈതന്യ മഹാപ്രഭു ഇസ് എ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, അല്ലെ? ചൈതന്യ മഹാപ്രഭു കൃഷ്ണനിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭു ഭക്തരൂപത്തിൽ വന്നാലും കൂടിയിട്ട് അത് ഒരു ഹിഡൻ അവതാരമാണ്, ചന്ന അവതാരമാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. നമ്മൾ യാതൊരു വ്യത്യാസം, കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും അവതാരിയാണ്, അവതാരമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഈ തത്വം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചൈതന്യ മഹാപ്രഭു ഭക്തന്റെ രൂപത്തിലാണ് വന്നതെങ്കിൽ കൂടി ആ ഭക്തന്റെ രൂപത്തിൽ വന്ന ആ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ കൃഷ്ണനാണെന്ന് അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ബാക്കി എല്ലാ ലീലകളും ആ ഒരു ബേസിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ശ്രീ ചൈതന്യ പ്രഭും വന്ദേ ബാലോപി യദനുഗ്രഹാത് തരേന്നാനാമദാഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. ശ്രീ ചൈതന്യ പ്രഭും വന്ദേ ബാലോപി യദനുഗ്രഹാത് തരേന്നാനാമദാഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ പ്രഭു തരേ നാനാമദഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ഒരാളും കൂടി വായിച്ചാൽ നന്നായിരിക്കും. ആരെങ്കിലും ഒരാളും കൂടി വായിക്കുന്നു? हरे कृष्ण प्रभु. प्रणाम प्रभु. Yeah. श्री चैतन्य प्रभुं वन्दे बालोऽपि यदनुग्रहात् तरेन्नानामदग्रह व्याप्तं सिद्धान्तसागरं. हरे कृष्ण. എന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ കവിരൂപ മാതാജി. ആരുടെ കാരുണ്യത്താൽ ഒരു ചെറുബാലകനു പോലും നാനാവിധ മുതലകൾ നിറഞ്ഞ സിദ്ധാന്ത സാഗരത്തെ നീന്തിക്കടക്കാൻ കഴിയുന്നു.
കഴിയുന്നുവോ ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ വന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. Okay, very good. I offer my obeisances to Sri Chaitanya Mahaprabhu, by whose mercy even an ignorant child can swim across the ocean of conclusions about the ultimate truth, which is full of the crocodiles of various theories. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് പ്രണാമം അർപ്പിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ കരുണ കൊണ്ട്, കൃപാകടാക്ഷം കൊണ്ട്, ഈവൻ ഒരു ഇഗ്നോറൻറ്റ്, അജ്ഞത ഉള്ള ഒരു വ്യക്തിക്കും കൂടിയിട്ട് ഈ സാഗരം മറികടക്കാൻ പറ്റും. ഏത് സാഗരം? ഓഷ്യൻ ഓഫ് കൺക്ലൂഷൻസ് അബൌട്ട് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അത് ആ സാഗരത്തിൽ ഒരുപാട് മുതലകളുണ്ട്. എന്താ മുതലകൾ? അതായത് ക്രോക്കഡൈൽസ്. ആ ക്രോക്കഡൈൽസ് എന്താണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? വേരിയസ് തിയറീസ്, വേരിയസ് ഡോക്ട്രിൻസ്, വേരിയസ് ഫിലോസഫീസ്, സിദ്ധാന്തങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഒക്കെ നമ്മളുടെ വേദഗ്രന്ഥങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, ഓരോരുത്തരുടെ അവബോധത്തിനനുസരിച്ചുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വായിക്കുമ്പോൾ ഏതൊരുത്തനും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് ശരി, ഏത് ഫിലോസഫിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ബെസ്റ്റ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഏതാണ് ഇൻകംപ്ലീറ്റ്, ഏതാണ് കംപ്ലീറ്റ്, ഏതാണ് ബെസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേദത്തിലെ ഫിലോസഫി തെറ്റല്ല, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്. ചിലതൊക്കെ ഓരോരുത്തരുടെ അവബോധത്തിൻ്റെ അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള ആൾക്കാരുണ്ടല്ലേ, ഓരോരുത്തരുടെ അവബോധം പല ഗുണങ്ങളിലായിരിക്കും, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളും വേദങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതലും ധർമാർത്ഥ കാമ മോക്ഷ, ഇതാണ് വേദങ്ങൾ. കാരണം വെച്ചാൽ ധർമ്മം പാലിക്കുന്നത് അർത്ഥത്തിനാണ്, അർത്ഥം കാമത്തിനാണ്, കാമം മോക്ഷത്തിനാണ്. അപ്പം അങ്ങനെ പല സ്റ്റേജസിലും പല അവബോധമുള്ള ആൾക്കാരുടെ ആ അവബോധത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫീസ്, ഡോക്ട്രീൻസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരാൾക്ക് സംശയം തോന്നിക്കുക, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് ഫോളോ ചെയ്യണം, ഏത് ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള അതാണ് ക്രോക്കഡൈൽസ്, വേരിയസ് തിയറീസ്. അങ്ങനെ ഒരു മുതലകളോടാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ. എന്താണ് ഇത് വായിച്ചാൽ നമ്മളിതിനെ എല്ലാം വായിച്ചിട്ട് നമുക്ക് എവിടെയും ഒരു എത്തും പിടിയും കിട്ടില്ല. ക്രോക്കഡൈൽ എന്താണ് കാരണം? അത് ഉള്ളിന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ എന്താ പറയുക, സമുദ്രത്തിലാണ് വിചാരിക്കുക, സർഫേസിൽ നീന്തി കളിക്കുക, പെട്ടെന്ന് ആ മുതല വന്നിട്ട് താഴേക്ക് പിടിച്ചാണ് വലിച്ചു കൊണ്ടുപോകും. അതേപോലെ ഈ ഫിലോസഫി നമ്മളെ ആണ് താഴേക്ക് പിടിച്ച് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള ഫിലോസഫിക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ള സമയം കിട്ടില്ല, ഇത് നമ്മളെ വിഴുങ്ങും. എങ്ങനെ ഈ മുതല അല്ലെങ്കിൽ ക്രോക്കഡൈൽസ് മനുഷ്യരെ വിഴുങ്ങുന്നു, അതേപോലെ ഈ ഫിലോസഫിയും നമ്മളെ വിഴുങ്ങും. നമുക്ക് ശരിക്കുള്ള ഫിലോസഫി മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഏതൊരുത്തനും അത്ര അറിവില്ലെങ്കിലും ശരി, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ നിന്നെല്ലാം നമുക്ക് നീന്തി അക്കരയ്ക്ക് പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഈ ശരിക്കുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഫിലോസഫി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ക്രോക്കഡൈൽസ് ഓഫ് വേരിയസ് തിയറീസ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയുന്നത്. So by the mercy of the Supreme Personality of Godhead, Sri Chaitanya Mahaprabhu, even an inexperienced boy with no educational culture can be saved from the ocean of nations full of various types of philosophical doctrines that are like dangerous aquatic animals. അപ്പോൾ ഇതിനോട് ഉപമിച്ചിരിക്കുന്നത് ഡേഞ്ചറസ് അക്വാറ്റിക് അനിമൽസ് ലൈക്ക് ക്രോക്കഡൈൽസ്. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫി വായിക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി കലികാലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് വേ ഓഫ് അപ്രോച്ച്, ഓക്കെ, നമ്മളുടെ റൈറ്റ് മീൻസ് ഓഫ് അപ്രോച്ച്, നമ്മളുടെ ഗോൾ എന്താണ് ഈ മനുഷ്യജന്മത്തിൽ, ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ. ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ ഒരു വിദ്യ, ഒരു ജ്ഞാനമില്ലാത്ത ആൾക്കാർക്കും അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു തവണ ശ്രീല പ്രഭുപാദരെ കാണാൻ കുറേ സ്കോളേഴ്സ്, പണ്ഡിതന്മാർ വന്നു. എന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീല പ്രഭുപാദരെ ചോദിച്ചു, പറയൂ, ഇപ്പോൾ ആരാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ആരാണ് പരമ ദിവ്യോത്തമ പുരുഷൻ? അപ്പൊ അദ്ദേഹം അവരെല്ലാം പറഞ്ഞു, മഹാരാജ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, പറയാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇത് ഒരു ഡിബേറ്റിനുള്ള ഒരു ഇതാണ്.
ഇത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഡിബേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് സരസ്വതി, മാരുതി മാതാജിയുടെയും ശ്യാം സുന്ദർ പ്രഭുവിൻ്റെയും മകളായിട്ടുള്ള സരസ്വതി 4-5 വയസ്സായിട്ടുള്ളൂ. അതുകൂടെ ഓടിക്കളിക്കായിരുന്നു. സരസ്വതി വിളിച്ചു, സരസ്വതി കമ്മിയർ. എന്നിട്ട് എപ്പോഴും പ്രഭുപാദയുടെ അടുത്ത് പ്രസാദം ഉണ്ടാവും, ഒരു ലഡ്ഡു കൊടുത്തു. പ്ലീസ് ടെൽ മീ ഹൂ ഇസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ്. ഉടനെ സരസ്വതി പറഞ്ഞു, കൃഷ്ണ ഈസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ്. പ്രഭുപാദ് പറഞ്ഞു, ഈവൻ 4-5 വയസ്സിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്കും കൂടിയിട്ട് അറിയാം ആരാണ് സുപ്രീം പേഴ്സണാലിറ്റി. ഇത്രയും പണ്ഡിതന്മാരായിട്ടുള്ള സ്കോളറിലെ ആൾക്കാരായിട്ടുള്ള അവർക്ക് ഇപ്പോഴും ഒരു സംശയമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് അർത്ഥം ഒന്നും അറിയാത്ത ഒരു കുട്ടിക്കും കൂടിയും ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ഈ തത്വം വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എത്ര വേരിയിങ് ഫിലോസഫീസ് ഉണ്ടെങ്കിലും ഡിഫറെന്റ് ഡോക്ട്രിൻസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിലൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്ക് അതിന്റെ എസൻസ് ആയിട്ടുള്ള ആ തത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഫിലോസഫി ഓഫ് ബുദ്ധ, ദ ആർഗ്യുമെന്റേറ്റീവ് പ്രസന്റേഷൻസ് ഓഫ് ജ്ഞാനീസ്. ഓക്കെ, ബുദ്ധിസം എന്ന് പറഞ്ഞാൽ വോയിഡിസം ആണ്, ഒന്നുമില്ല, ശൂന്യം. പ്രഭുപാദ എന്താണ്? നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. നിർവിശേഷം. ഓക്കെ, എന്താണ് മായാവാദ ഫിലോസഫി, ഇംപേഴ്സണലിസം, ബുദ്ധിസം, ശൂന്യവാദി. ഓക്കെ, ഇതിനെല്ലാം ഖണ്ഡിച്ചിട്ട് വൈഷ്ണവ ഫിലോസഫി പേഴ്സണലിസം എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്താറ് ശ്രീല പ്രഭുപാദർ. അത് എസ്പെഷ്യലി അത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന്, പാശ്ചാത്യ ദേശങ്ങളിൽ. കാരണം വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ വോയിഡിസത്തിലും അല്ലെങ്കിൽ ഇംപേഴ്സണത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെല്ലാം കളഞ്ഞ് അവർക്ക് ശരിക്കുള്ള ഫിലോസഫി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ ദേശത്തിലേക്ക് പോവുകയാണ് ആര് നമ്മുടെ പ്രഭുപാദർ. അപ്പോൾ ബുദ്ധ, ഫിലോസഫി ബുദ്ധ, ദ ആർഗ്യുമെന്റേറ്റീവ് പ്രസന്റേഷൻ ഓഫ് ജ്ഞാനീസ്, അതായത് മായാവത ഫിലോസഫി, ഇംപേഴ്സണലിസം, യോഗ സിസ്റ്റം ഓഫ് പാതാഞ്ജലി, ഗൗതമ പാതാഞ്ജലിയുടെ യോഗ സിസ്റ്റം, ഗൗതമന്റെ എനിക്കൊന്ന് വൈശേഷിക, ആൻഡ് ദ സിസ്റ്റംസ് ഓഫ് ഫിലോസഫേഴ്സ് ലൈക്ക് കന്നഡ, ദാറ്റ് ഈസ് മീമാംസ, കപില, സാഖ്യ, ദത്താത്രേയ ആർ ഡേഞ്ചറസ് ക്രീച്ചേഴ്സ് ഇൻ ദ ഓഷൻ ഓഫ് നേഷൻസ്. ഇതെല്ലാം ക്രോക്കഡൈൽസിനെയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചാൽ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് എന്താണ് കലികാലത്തില് നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്ന അചിന്ത്യ ഭേദ അഭേദ തത്വം, അതില് ചൈതന്യ ചരിതാമൃതയില് എല്ലാ ശാസ്ത്രങ്ങളിലെ കൊട്ടേഷൻസ് നമുക്കുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളിലും. അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വേദങ്ങളോ ഉപനിഷത്തുകളോ പുരാണങ്ങളോ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇൻക്ലൂസീവ്, അതെല്ലാ തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം വിശകലനം ചെയ്ത് നമുക്ക് അതിന്റെ എസെൻസ് തന്നിരിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞൊരു അനാലജിയാണ്. അതായത് ഒരു പ്രളയം സംഭവിക്കുകയാണ്, നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത, ഈ 3 പുസ്തകം നമുക്ക് രക്ഷിക്കണം എങ്ങനെയെങ്കിലും. ഓക്കെ, അപ്പൊ അതെടുത്തിട്ട് ആ പ്രളയത്തിൽ നമ്മൾ പോവാണ്, എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കണം. കാരണം വെച്ചാൽ വേറെ കോപ്പീസ് ഇല്ല, ഒരു ഹൈപ്പോത്തിക്കലാണ്. ഓക്കെ, വേറെ കോപ്പീസ് ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ശാസ്ത്രം നമ്മൾ രക്ഷിച്ചാൽ പിന്നീട് അതിന് കോപ്പി എടുത്ത് നമുക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ബുക്കും ഇല്ല, ഒരു കോപ്പിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രളയം കൂടി വരികയാണ്, നമുക്ക് 3 പുസ്തകങ്ങളും നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് നമുക്ക് വിട്ടേ പറ്റൂ. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്, ഞാൻ ഭഗവത്ഗീത, ഐ വിൽ ലെറ്റ് ഗോ ഭഗവത്ഗീത, അത് പോയാലും കുഴപ്പമില്ല, ഭാഗവതം ഉണ്ട്, ചൈതന്യ ചരിതാമൃതം ഉണ്ട്. പിന്നെ അതും പറ്റില്ല, 2 ബുക്കും വയ്ക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ബുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ എന്ത് ചെയ്യും? ഭാഗവതം ഐ വിൽ ലെറ്റ് ഗോ. പക്ഷെ ചൈതന്യ ചരിതാമൃതം ഒരിക്കലും ഞാൻ എങ്ങനെയെങ്കിലും അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ട്രൈ ടു സേവ്. അത്രയും ഇമ്പോർട്ടൻസ്. കാരണം ഭഗവത്ഗീതയും ഭാഗവതം എല്ലാം അടങ്ങിയതാണ് അതായത് ചൈതന്യ ചരിതാമൃതം, ഭഗവത്ഗീതയും ഭാഗവതം എല്ലാം അതിലുണ്ട്. നേരെ മറിച്ച് ഭഗവത്ഗീതയില് ഭാഗവതം ചൈതന്യ ചരിതാമൃതം ഇല്ല അല്ലേ? ഭാഗവതത്തില് ഭഗവത്ഗീതയുടെ ആയിരിക്കും, പക്ഷേ ചൈതന്യ ചരിതാമൃതം ഇല്ല. അപ്പോൾ എല്ലാം അടങ്ങിയതാണ്. ചൈതന്യ ചരിതാമൃതം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭഗവത്ഗീതയും കിട്ടും, ഭാഗവതം കിട്ടും, ചൈതന്യ ചരിതാമൃതത്തിൽ എല്ലാ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം സാരം, എല്ലാ ശാസ്ത്രത്തിലെ കൊട്ടേഷൻസും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കണം.
അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ചൈതന്യ ചരിതാമൃതത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഡോക്ട്രിൻസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളെല്ലാം നമ്മളെ എസ്പെഷ്യലി കലികാലത്ത് നമ്മളത് കൺഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ആശ്രയം തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടാക്ഷം കൊണ്ട് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞു തന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്രോക്കഡൈൽസ് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മളെ അതിന് വ്യതിചലിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. സോ ബൈ ദ ഗ്രേസ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു, one can have real understanding of the essence of knowledge by avoiding these sectarian views and accepting the lotus feet of Krishna as the ultimate goal of life. വീണ്ടും അതന്നെയാണ് പറയുന്നത്, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദം അത് സ്വീകരിക്കാനും ഈ ജന്മത്തിൽ തന്നെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്, നമ്മളുടെ മനുഷ്യജന്മത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും പരമലക്ഷ്യത്തിൽ എത്താനും നമുക്ക് പറ്റും. ലെറ്റ് us all worship Lord Sri Chaitanya Mahaprabhu for his gracious mercy to the conditioned souls. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാഗ്നാനിമിറ്റിയാണ്, മേഴ്സിയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ മീതെ നമ്മൾ ആക്ച്വലി ഈ ഒരു ജ്ഞാനത്തിന് അർഹത ഇല്ലാത്ത ആൾക്കാരാണ്. കലികാലത്തില് നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. ഇത്രയും ഉയർന്ന ഒരു തലത്തിലുള്ള ജ്ഞാനം അത് ആർജിച്ചെടുക്കാനുള്ള ഒരു അർഹത നമുക്ക് ആക്ച്വലി ഇല്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നതെന്ന് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ടെക്സ്റ്റ് 2. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന കലാ പാതോ ജനി ഭ്രാജിത സദ്ഭക്താവലി ഹംസ ചക്രമധുപ ശ്രേണി വിഹാരാസ്പദം കർണാനന്ദി കലാധ്വനിർവഹതു മേ ജിഹ്വാമരു പ്രാംഗണേ ശ്രീചൈതന്യ ദയാനിധേ തവ ലസാൽ ലീലാ സുധാ സ്വർധുനി. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന കലാ പാതോ ജനി ഭ്രാജിത സദ്ഭക്താവലി ഹംസ ചക്രമധുപാ ശ്രേണി വിഹാരാസ്പദം കർണാനന്ദി കലധ്വനിർവഹതു മേ ജിഹ്വാമരു പ്രാംഗണേ ശ്രീചൈതന്യ ദയാനിധേ തവ ലസാൽ ലീലാ സുധാ സ്വർധുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന കലാ പാദോ ജാനി ഭ്രാജിത സദ്ഭക്താവലിഹംസ ചക്രമധുപ ശ്രേണി വിഹാരസ്പദാം കർണാനന്ദി കലാധ്വനിർവഹതു മേ ജിഹ്വാമരു പ്രാംഗണേ ശ്രീചൈതന്യ ദയാനിധേ തവ ലസാൽ ലീലാ സുധാ സ്വർധുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണാത് കീർത്തന ഗാന നർത്തന കലാ പാദോ ജനി ഭ്രാജിത സദ്ഭക്താവലി ഹംസ ചക്രമധുപ ശ്രേണി വിഹാരാസ്പദം കർണാനന്ദി കലധ്വനിർവഹതു മേ ജിഹ്വാമരു പ്രാംഗണേ ശ്രീചൈതന്യ ദയാനിധേ തവ ലസലീലാ സുധാ സ്വർധുനി. കൃഷ്ണ വിവർത്തനം. അല്ലയോ ദയാനിധിയായ ചൈതന്യ മഹാപ്രഭു, അവിടുത്തെ അതീന്ദ്രിയ പ്രവർത്തികളുടെ അമൃത തുല്യമായ ഗംഗാജലം മരുഭൂമി പോലുള്ള എന്റെ നാവിന്റെ ഉപരിതലത്തിലൂടെ ഒഴുകുമാറാകട്ടെ. ശുദ്ധ ഭക്തന്മാരുടെ ആനന്ദ വിഹാരങ്ങളായ ഉച്ചത്തിലുള്ള കൃഷ്ണനാമ കീർത്തനം, ഗാനം, നർത്തനം എന്നീ താമരപ്പൂക്കൾ അവിടുത്തെ ഈ ലീലാമൃത ഗംഗയെ കൂടുതൽ സൗന്ദര്യവത്താക്കുന്നു. ങ്ങളോടും തേൻ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു. ഈ നദിയുടെ പ്രവാഹം ശ്രുതിമധുരവും കർണാനന്ദകരവുമായ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. O merciful Lord Chaitanya, may the nectarian Ganges waters of your transcendental activities
flow on the surface of my desert-like tongue. Beautifying these waters are the lotus flowers of singing, dancing, and loud chanting of Krishna's holy name, which are the pleasure abodes of unalloyed devotees. These devotees are compared to swans, ducks, and bees. The rivers flowing produces a melodious sound that gladdens their ears. അത് വളരെ കാവ്യരൂപത്തിൽ രചിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഒരു പോയറ്റിക് എംബലിഷ്മെന്റ് അല്ലേ, അതിന് ഒരു കാവ്യരൂപത്തിൽ അതിനൊരു മോടി പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഈ ശ്ലോകം. ബ്യൂട്ടിഫുൾ ആയിട്ട്. ഷഡ്ഗോസ്വാമി അഷ്ടകത്തില് പ്രഭുജി എനിക്ക് ഈ ശ്ലോകം കിട്ടുന്നില്ല. ഇത് ഏതാ ചാപ്റ്റർ? ഇത് രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ അല്ലേ? എനിക്ക് ഞാൻ ഓൺലൈനിൽ നോക്കുന്ന പ്രഭുജി, അതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ 2. ഓക്കെ. ആദിലീല രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഓ മെർസിഫുൾ ലോർഡ് ചൈതന്യ, മേ ദ നെക്ടേറിയൻ ഗേഞ്ചസ് വാട്ടേഴ്സ് ഓഫ് യുവർ ട്രാൻസിൽ ആക്ടിവിറ്റീസ് ഫ്ലോ ഓൺ ദ സർഫേസ് ഓഫ് മൈ ഡെസേർട്ട് ലൈക്ക് ടങ്. അപ്പോൾ നമ്മുടെ ജിഹ്വ, നാവ്, അത് ഒരു ഇതിന് മരുഭൂമിക്ക് സമാനമാണ്. മരുഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതുപോലെ ഭഗവാന്റെ നാമമില്ലാണ്ട്, ഭഗവാന്റെ ലീലകൾ നമ്മൾ കീർത്തനം ചെയ്യാണ്ട് എങ്ങനെയാണ് നമ്മുടെ നാവ്? അത് മരുഭൂമിക്ക് തുല്യമാണ്. അപ്പൊ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് എന്താണ്? ദീസ് വാട്ടേഴ്സ് ആർ ലൈക്ക് ദ ലോട്ടസ് ഫ്ലവേഴ്സ് ഓഫ് സിംഗിങ്. അപ്പോ വെള്ളം എവിടെ ഒരു തടാകം കണ്ട് ലേക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലോട്ടസ് ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ. അത് സിംഗിങ്, ഡാൻസിങ് ആൻഡ് ലൗഡ് ചാൻഡിങ് അതിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫ് കൃഷ്ണാസ് ഹോളി നെയിം വിച്ച് ആർ ദ പ്ലഷർ അബൌട്ട്സ് ഓഫ് അനലോയ്ഡ് ഡിവോട്ടി. ഡിവോട്ടീസിനെ, ഒരു ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഗുണം, ലീല, രൂപം, ഇതിനെപ്പറ്റി വർണ്ണിക്കാതെ അവരുടെ ഒരു മിനിറ്റും കൂടി കടന്നു പോവില്ല. അപ്പൊ അവർക്ക് ആസ്വാദനം തരുന്നത് കൃഷ്ണകഥ, കൃഷ്ണലീല, കൃഷ്ണരൂപം, കൃഷ്ണ എന്താ പറയുക, കഥ, ഇതൊക്കെയാണ്. സോ ദീസ് ഡിവോട്ടീസ് ആർ കമ്പയർഡ് ടു സ്വാൻസ്. അപ്പൊ ഈ ഭക്തന്മാരെ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്വാൻസ്, അരയന്നം, ഡക്സ്, പിന്നെ ബീസ്. ദ റിവേഴ്സ് ഫ്ലോയിങ് പ്രൊഡ്യൂസസ് മെലോഡിയസ് സൗണ്ട് ദാറ്റ് ഗാഡൻസ്. അപ്പോൾ ഇവരുടെ ഈ ശബ്ദമൊക്കെ, അതായത് റിവേഴ്സ്, നദികളുടെ ശബ്ദം, അവർ ഒഴുകുന്ന ശബ്ദമൊക്കെ എന്താണ്? മെലഡിയാണ്. എങ്ങനെയാ മെലഡി? ദാറ്റ് ഗ്ലാഡൻസ് ദെയർ ഇയേഴ്സ്. അവരുടെ ചെവികൾക്ക് അതിന് സന്തോഷം പകരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പർപ്പോട്ടിൽ നോക്കാം എന്താണ് പറയുന്നത്. അവർ ടങ്സ് always engage in vibrating useless sounds that do not help us realize transcendental peace. അപ്പം നമ്മുടെ എപ്പോഴും പ്രജൽപ്പത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കലിയുഗത്തിൽ. ഭഗവാന്റെ കഥയിലോ ഭഗവാന്റെ ലീലകളിലോ ഭഗവാന്റെ നാമത്തിലോ ഒന്നും രുചിയില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ പ്രജൽപ്പ, വേൾഡ്ലി അഫയേഴ്സ്, ഭൗതിക തലത്തിലുള്ള വാർത്തകൾക്കാണ് നമുക്ക് കൂടുതൽ. ന്യൂസ് പേപ്പർ, മാഗസിൻസ്, നോവൽസ്, സ്റ്റോറീസ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താണ് അത് ഡിസേർട്ടർ, നമ്മുടെ നാവ്, അതായത് ജിഹ്വ, അത് ഒരു മരുഭൂമിക്ക് സമാനമാണ്. കാരണം അവിടെ ജ്യൂസി ആയിട്ടുള്ള ഒന്നുമില്ല, ഒക്കെ ഡ്രൈ ആയിട്ടുള്ളത്. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് വായിക്കാൻ തോന്നില്ല, കാരണം അതിലൊന്നുമില്ല, ജ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ കരിമ്പ് നമുക്കറിയാം, കരിമ്പ് നമ്മൾ അത് കടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജ്യൂസ് കിട്ടും. അതേ കരിമ്പിനെ പോലെ തന്നെയുള്ള മുള, ചെറിയ ചെറിയ ഇതില്ലേ, മുള, ചെറിയ മുളയില്ലേ, മുളയ്ക്ക് അത് കടിച്ചാൽ നമുക്ക് ജ്യൂസ് കിട്ടുമോ? റീഡ്, അതിന് ജ്യൂസ് കിട്ടില്ല. അതേപോലെയാണ് നമ്മളുടെ മണ്ടേൺ ലിറ്ററേച്ചേഴ്സ്, അതിൽ യാതൊരു ജ്യൂസും ഇല്ല. പക്ഷെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് കാരണം അത് ഭോഗവിലാസങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. കൊണ്ട് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ലയിക്കുന്നു. പക്ഷെ അത് നമ്മളുടെ മനസ്സിനെയും കോൺഷ്യസ്നെസ്സിനെയും എജിറ്റേറ്റ് ചെയ്യുക. നേരെ മറിച്ച് ഭഗവാന്റെ ലീലകൾ എന്താണ്? ഭഗവാന്റെ ലീലകൾ നമുക്ക് ആനന്ദാംബുധി വർധനം, ആനന്ദം കൂടി തരും. അത് എറ്റേണൽ ആയിട്ടുള്ള നമുക്ക് ഒരു ആസ്വാദനം തരും. അപ്പോൾ അങ്ങനത്തെ ജീവ ആണ് നമ്മുടെ പ്രജൽപ്പം. അതുകൊണ്ട് പ്രജൽപ്പത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So because a desert needs constant supply of refreshing water to make it fertile and fruitful. അപ്പോൾ നമ്മുടെ ആ ഡിസേർട്ടിനെ ഒരു ഒയാസിസ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
തീർച്ചയായിട്ടും ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ ലീലകള് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. Water is the substance most needed in the desert. Okay. The transient pleasure derived from mundane topics of art, culture, politics, sociology, dry philosophy, poetry, and so on is compared to mere drop of water, because although such topics have a qualitative feature of transient pleasure, they are saturated with the modes of nature. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ട്, കൾച്ചർ, പൊളിറ്റിക്സ്, സോഷ്യോളജി ഇങ്ങനെയുള്ള മണ്ടെയിൻ വേൾഡ്ലി അഫയേഴ്സ് ആയി ഡീൽ ചെയ്യുന്ന ലിറ്ററേച്ചർ, ഇതൊക്കെ എന്താണ്? ഇതൊന്നും സ്പിരിച്വൽ അല്ല. അത് കുറച്ച് നമുക്ക് സന്തോഷം തരും. അതാണ് ഇവിടെ എ മിയർ ഡ്രോപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഒരു ലേക്കോ ഒരു തടാകോ അല്ലെങ്കിൽ വലിയൊരു റിസർവർ ഓഫ് വാട്ടർ തരുന്ന ആ ഒരു പ്രതീതി, ആ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ കിട്ടുമ്പോൾ. നമുക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലിറ്റർ വെള്ളം കുടിച്ചാലേ നമ്മൾ ദാഹം തീർക്കും. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ഡ്രോപ്പ് ഓഫ് വാട്ടർ കിട്ടുമ്പോൾ എന്തുണ്ട്? അതേപോലെയാണ് ഈ മോഡേൺ ലിറ്ററേച്ചർ നമുക്ക് തരുന്നുള്ളൂ. പക്ഷെ എങ്കിലും അതിലെ ആ ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി ആ സമയത്ത് കിട്ടുമ്പോൾ വലിയ കാര്യമാണ്. കാരണം ഇതും ഭഗവാന്റെ ഇവിടെ ഒരു ക്വാളിറ്റേറ്റീവ് ഫീച്ചറാണെന്ന് പറയുന്നത്. ആൾദോ സച്ച് ടോപ്പിക്സ് ഹാവ് എ ക്വാളിറ്റേറ്റീവ് ഫീച്ചർ ഓഫ് ട്രാൻസൽ പ്ലഷർ. അതിൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരില്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. ദേ ആർ സാച്ചുറേറ്റഡ് വിത്ത് ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. കാരണം അത് ത്രിഗുണങ്ങളുടെ അധീനത്തിൽ പെട്ടിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കും, കാവ്യരൂപമായിരിക്കും, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കും. Therefore, neither collectively nor individually can they satisfy the vast requirements of the desert lifetime. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയാലും ശരി, എല്ലാവരും കൂടിയിട്ടുള്ളതായാലും ശരി, അത് നമ്മളുടെ ആ ദാഹത്തിനെ ശമിപ്പിക്കില്ല. നമ്മളുടെ ആ ജിഹ്വ അത് ഡിസേർട്ടാണ്. അത് ഒരു തുള്ളി വെള്ളം കൊണ്ട് അതിന് സമാധാനം കിട്ടില്ല. Despite crying in various conferences, therefore the desert-like tongue continues to be parched. അപ്പോൾ നമ്മുടെ എത്ര തന്നെ ഒച്ച എടുത്താലും ശരി, വലിയ കോൺഫറൻസസും മീറ്റിങ്ങിലും ഒക്കെ അതിന് ഒരിക്കലും ആ ശാന്തി സമാധാനം കിട്ടില്ല, ഒരു കംപ്ലീറ്റ്നെസ് കിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഫോർ ദിസ് റീസൺ പീപ്പിൾ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ് മസ്റ്റ് കോൾ for the devotees of Lord Sri Chaitanya Mahaprabhu were compared to swans swimming around the beautiful lotus feet of Sri Chaitanya Mahaprabhu, or bees humming around his lotus feet in transcendental pleasure searching for honey. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യമായിട്ടുള്ള എറ്റേണൽ ഹാപ്പിനെസ്, ബ്ലിസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാര് ലോകം മുഴുവൻ പോയിട്ട് അവർക്ക് ഈ ആസ്വാദനം കൊടുക്കണം. എന്താണ്? who are compared to swan swimming, അരണ്യങ്ങള്, നല്ല ലേക്കിലുള്ള അരണ്യങ്ങള്, ക്ലീൻ വാട്ടറിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്ത് ഭംഗിയായിരിക്കും. അപ്പൊ ഇവിടെ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ലോട്ടസ് ഫീറ്റ്, പാദാരവിന്ദത്തിന്റെ ചുറ്റും അങ്ങനെയുള്ള അരണ്യങ്ങള്, അതേപോലെ തേനീച്ചകള് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദാരവിന്ദത്തിലെ ആ മധുരം നുകരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്കും ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും രൂപം ഇതെല്ലാം നമുക്ക് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ പ്ലഷറാണ് ഇതിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദ ഡ്രൈനെസ് ഓഫ് മെറ്റീരിയൽ ഹാപ്പിനെസ് കനോട്ട് ബി മോയിസ്റ്റൻഡ് ബൈ സോ കോൾഡ് ഫിലോസഫേഴ്സ് ഹു ക്രൈ ഫോർ ബ്രഹ്മൻ. അപ്പോൾ ഭൗതികതലത്തിലുള്ള ഒരു സന്തോഷം അത് നമുക്ക് ഒരു മധുരമോ അല്ലെങ്കിൽ അത് നമ്മുടെ ദാഹത്തിനെ കൊഞ്ചിയാൻ പറ്റില്ല. ബൈ സോ കോൾഡ് ഫിലോസഫേഴ്സ് ഹു ക്രൈ ഫോർ ബ്രഹ്മൻ, അതായത് ഇംപേഴ്സണൽ ലിബറേഷൻ, ഇംപേഴ്സണലിസം കൊണ്ട് നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെ, ഒരു ദാഹത്തിനെ ശമിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ലിബറേഷൻ ഇൻ സിമിലർ ഡ്രൈ സ്പെക്കുലേറ്റീവ് ഓബ്ജക്ട്. അപ്പോൾ സായുജ്യമുക്തി അല്ലെങ്കിൽ സിദ്ധികൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ പ്രാക്ടീസസ്, അതേപോലെ ഭൗതിക ആഗ്രഹത്തിനുള്ള കർമ്മയോഗം, ഇതുകൊണ്ടൊന്നും നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി കിട്ടില്ല എന്നാണ് പറയുന്നത്. ദ ഏർജ് ഓഫ് ദ സോൾ പ്രോപ്പർ ഈസ് ഡിഫറെന്റ്. ആത്മാവിന് എന്താണ് വേണ്ടത്? ആത്മാവിന് എന്താണ്? മെറ്റീരിയൽ
ഹാപ്പിനെസ് അല്ല, സ്പിരിച്വൽ ബ്ലിസ് ആണ് വേണ്ടത്. അപ്പൊ സ്പിരിച്വൽ ബ്ലിസ്സിന് കൊടുക്കാൻ, സ്പിരിച്വൽ ബ്ലിസ് ആർക്ക് കൊടുക്കാൻ പറ്റും? ഭഗവാന്റെ ഗുണ രൂപ ലീല നാം, അത് മാത്രമേ. മറ്റേതൊക്കെ ശരീരത്തിനും അല്ലെങ്കിൽ സട്ടിൽ ബോഡി, സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും ഉള്ള ഫുഡാണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ലിറ്ററേച്ചേഴ്സ്. പക്ഷെ ആത്മാവിന് വേണ്ടത് ഭഗവാന്റെ കഥകളാണ്, ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ നാമങ്ങളാണ് വേണ്ടത്. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഇവിടെ തരാൻ വന്നിരിക്കുന്നത്. So the soul can be solaced only by the mercy of Lord Sri Chaitanya Mahaprabhu and his many bona fide devotees who never leave the lotus feet of the Lord to become imitation Mahaprabhus, but all cling to his lotus feet like bees that never leave a honey-soaked lotus flower. So വളരെ പോയറ്റിക് ആയിട്ടാണ് ഈവൻ ട്രാൻസ്ലേഷനും പ്രഭാത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ട് ഈ പെർമനന്റ് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള ആസ്വാദനം ചൈതന്യ മഹാപ്രഭുവിനും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്കും തരാൻ പറ്റും. ഇതിന് ഉള്ള ഭാഗ്യം ഗൗഡിയ വൈഷ്ണവന്മാർക്ക് കിട്ടിയ പോലെ വേറെ ആർക്കും കിട്ടിയില്ല. ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തം അല്ലേ, അതേപോലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആ ഒരു മെലോ മാധുര്യ രസം, ഇതൊക്കെ തരാൻ ചൈതന്യ മഹാപ്രഭു മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ആരും അതിനു മുമ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇത്രയും ഒരു ഉച്ച ശ്രേണിയിലുള്ള ഒരു സെയിൻലി പേഴ്സണാലിറ്റി ഭക്തനായിട്ട് വന്നിട്ടും നമുക്ക് അത് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഹു നെവർ ലീവ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ്, അപ്പോൾ ഭക്തനും ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദാരവിന്ദം ഒരിക്കലും വിടില്ല. ഒരാളും ചൈതന്യ മഹാപ്രഭു ആവാൻ ശ്രമിക്കരുത്. കാരണം ചൈതന്യ മഹാപ്രഭു ആവാൻ പറ്റില്ല ആർക്കും. ഹി ഈസ് കൃഷ്ണ ഹിംസെൽഫ് ഇൻ ദ ഗൈസ് ഓഫ് എ ഡിവോട്ടി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ തൃപ്പാദങ്ങളിൽ നമ്മൾ എപ്പോഴും പിടിച്ചിട്ട് അത് ആസ്വദിക്കാൻ ശ്രമിക്കണം. ദ ഹണി സോഫ്റ്റ് ലോട്ടസ് ഫ്ലവർ, അത് ആസ്വദിക്കാൻ ശ്രമിക്കണം എന്നാണ് അവർ പറയുന്നത്. സോ ലോർഡ് ചൈതന്യാസ് മൂവ്മെന്റ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് is full of dancing and singing about the pastimes of Lord Krishna. ഗോലോകത്തില് എന്താണ്? എവറി ഡേ ഈസ് എ ഫെസ്റ്റിവൽ, എവറി വേർഡ് ഈസ് എ സോങ്, എവറി സ്റ്റെപ്പ് ഈസ് എ ഡാൻസ്. നമ്മുടെ ഹരേകൃഷ്ണ മൂവ്മെന്റിലും എന്താണ്? സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ്. ഇതാണ് നമ്മളും അത് തന്നെയാണ്. ഈവൺ നമ്മൾ ഭൗതിക ലോകത്തിലാണെങ്കിലും കൂടിയിട്ട് നമുക്കും അതാണ് സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ് ആണ് എപ്പോഴും, ഏത് സമയത്തും അത് നമുക്ക് ആനന്ദം പകരുന്നു. സോ ഇറ്റ് ഈസ് കമ്പയർഡ് ഹിയർ ഇൻ ടു ദ പ്യുവർ വാട്ടേഴ്സ് ഓഫ് ദ ഗേഞ്ചസ് വിച്ച് ആർ ഫുൾ ഓഫ് ലോട്ടസ് ഫ്ലവേഴ്സ്. ദ എൻജോയേഴ്സ് ഓഫ് ദീസ് ലോട്ടസ് ഫ്ലവേഴ്സ് ആർ ദ പ്യുവർ ഡിവോട്ടീസ്. ആരാണ് എൻജോയ് ചെയ്യുന്നത്? ശുദ്ധ ഭക്തന്മാർ അല്ലേ? ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. Who are like bees and swans. ശുദ്ധ ഭക്തന്മാരെ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ബീസ് ആൻഡ് സ്വാൻ, അരയനവും അതേപോലെ തേനീച്ചകളും. അപ്പൊ തേന് അരയനും. അപ്പൊ അരയന്നത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടുള്ളത് മാത്രം, വെള്ളവും പാനും കൂടി കൂട്ടി കലർത്തി കൊടുത്താൽ അത് പാന് മാത്രം, എസൻസ് മാത്രമേ എടുക്കുള്ളൂ. ബീസും തന്നെ, ബീസ്, ഹണി ബീസ്, അത് ഈവൺ കച്ചറയിൽ പോയാലും അവിടെ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഹണി മാത്രമേ നുകരുള്ളൂ, കച്ചറയിൽ തോന്നും എടുക്കില്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ, നല്ലത് മാത്രമേ എടുക്കുള്ളൂ, മറ്റേതെല്ലാം ഇതേപോലെ അബാൻഡൻ. അതാണ് ഹണി ബീസിനും സ്വാൻസിനോടും നമുക്ക് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദേ ചാൻ ലൈക്ക് ദ ഫ്ലോയിങ് ഓഫ് ദ ഗേഞ്ചസ്, ദ റിവർ ഓഫ് ദ സെലസ്റ്റിയൽ കിങ്ഡം. ഗേഞ്ചസ് അതാണ് ഏറ്റവും, അതായത് പുണ്യമായിട്ടുള്ള നദികൾ ശ്രേഷ്ഠമായിട്ടുള്ള നദിയാണ് ഗേഞ്ചസ്. നിമ്നഗാനാം യഥാ ഗംഗ, ദേവാനാം അച്യുതോ അല്ലെ, വൈഷ്ണവാനാം യഥാ ശംഭോ, പുരാണാനാം ഇതം തഥാ. അപ്പൊ നിമ്നഗാനാം യഥാ ഗംഗ, അതായത് നദികളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഗംഗ. അതാണ് ഇവിടെ പറയുന്നത്. They chant like the flowing of the Ganges, the river of the celestial kingdom. ഇത് എവിടുന്ന് വരുന്നതാണ്? സെലസ്റ്റിയൽ കിങ്ഡം. ഇത് ആധ്യാത്മിക ലോകത്ത് നിന്ന് വന്നാണ് ഗംഗ അല്ലെ.
പല പേരുകളിലും ഇവിടെ അറിയപ്പെടുന്നു. ഭാഗീരഥയായിട്ട് അറിയപ്പെടുന്നു, അലകനന്ദ, മന്ദാകിനി, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നു. എല്ലാം ഒറിജിനലി ഗേഞ്ചസ് ആണ്. മുകളിൽ നിന്ന്, അതായത് ആധ്യാത്മിക ലോകത്തിൽ നിന്ന് വരുമ്പോൾ ഗേഞ്ചസ് ആണ്. ഓക്കെ, അങ്ങനെ ആ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് അത് ആദ്യം എവിടെ വരുന്നു? ധ്രുവലോകത്തിൽ വരുന്നു ഗംഗ. ധ്രുവലോകത്തിൽ നിന്ന് സപ്തഋഷി ലോകത്തിലേക്ക് വരുന്നു. അവിടുന്ന് എയറോപ്ലെയിൻസിലാണ് കൊണ്ടിരുന്ന പറയുന്നത്. എവിടേക്ക്? മൂൺ പ്ലാനറ്റ്. യെസ്, മൂൺ പ്ലാനറ്റിൽ. ആ മൂൺ പ്ലാനറ്റിൽ നിന്നാണ് എവിടേക്ക് വരുന്നത്? സുമേരു പർവ്വതത്തിന്റെ ടോപ്പിലേക്ക്. അവിടുന്ന് 4 ദിശകളിലേക്ക് ഒഴുകുന്നു. സൗത്ത് ദിശയിലേക്ക് ഒഴുകുന്ന അതിനെ അലകനന്ദ എന്ന പേരിൽ അറിയുന്നു. ഗേഞ്ചസിനെ അലകനന്ദ. പിന്നീട് അത് മന്ദാകിനി ആവുന്നു, ഭഗീരഥി ആവുന്നു. മറ്റുള്ള ദിശകളിലേക്ക്, 4 ദിശകളിലേക്കാണ്. ഒന്ന് ചാരു, ഒന്ന് സീത, ഒന്ന് ഒരു പേരും കൂടി ഉണ്ട്. അങ്ങനെ 4 പേരിലാണ് ഈ ഗംഗ നമ്മുടെ ഈ ജംബുദ്വീപിലേക്ക് വരുന്നത്. നമ്മുടെ ഭാരതവർഷത്തിലേക്ക് വരുന്നത് അലകനന്ദയായിട്ടാണ് വരുന്നത്. അപ്പൊ അത് സെലസ്റ്റിയൽ ആണ്. ഇറ്റ്സ് നോട്ട് ഓർഡിനറി. ഇവിടെ നിന്ന് വരുന്ന ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു റിവർ അല്ല അത്. സെലസ്റ്റിയൽ കിങ്ഡം. So the author desires such sweetly flowing waves to cover his tongue. He humbly compares himself to materialistic persons who always engage in dry talk from which they derive no satisfaction. അങ്ങനെ ഈ ഡ്രൈ, അതായത് പ്രജൽപ്പ, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു, മാഗസിൻസ് വായിക്കുന്നു, വീക്ക്ലീസ് വായിക്കുന്നു, അല്ലെങ്കിൽ വേറെ നോവല്, അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മാക്സിമം നമ്മൾ ഒരു തവണ വായിക്കുള്ളൂ, രണ്ടാമത്തെ തവണ നമുക്ക് വായിക്കാൻ പറ്റില്ല അത്, അല്ലെ? നേരെ മറിച്ച് ഭഗവത്ഗീത 5000 വർഷം മുമ്പ് അറ്റ്ലീസ്റ്റ് അത് നമുക്ക് പ്രിന്റഡ് ഫോമിൽ അല്ലെങ്കിൽ എഴുതിയ ഫോമിൽ സ്ക്രിപ്റ്റിൽ കിട്ടുന്നുണ്ട്. അന്ന് മുതൽക്ക് നമ്മൾ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെ? ആരോ ഒരു മഹാരാജ് പറഞ്ഞു, 100 തവണയിലും മീതെ ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ അറിവ്, പുതിയ പുതിയ റിയലൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത്. സെയിം ശ്ലോകം, സെയിം ട്രാൻസ്ലേഷൻ, സെയിം പർപ്പോട്ട് പ്രഭുപാദരെ. അപ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിന് ന്യൂ റിയലൈസേഷൻ കിട്ടുമെന്ന് പറയുന്നു. ഗുരുജൻ പ്രഭു തോന്നുന്നു 100+ തവണ അദ്ദേഹം ഈ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അത് എന്താണ്? കൂടുതൽ കൂടുതൽ നമുക്ക് ആസ്വാദനം തരിക ചെയ്യുന്നത്. നേരെ മറിച്ച് മണ്ടൈൻ ലിറ്ററേച്ചർ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ മതി, ആയാലും ഇത് രണ്ടാമത്തെ തവണ വായിക്കാൻ പറ്റില്ല. ന്യൂസ് പേപ്പറാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കും, അല്ലെ? നമ്മൾ പ്രിസർവ് ചെയ്യില്ല. സോ ഇഫ് ദേ വേർ ടു യൂസ് ദർ ഡ്രൈ ടങ്സ് ടു ചാന്റ് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ആസ് എക്സംപ്ലിഫൈഡ് ബൈ ലോർഡ് ചൈതന്യ, they would taste sweet nectar and enjoy life. അപ്പോൾ ഇത് അതിന് പകരം, അങ്ങനെ മണ്ടൈൻ ലിറ്ററേച്ചേഴ്സ് വായിക്കുന്ന പകരം നമ്മുടെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ അത് സ്വീറ്റ് നെക്ടറാണ് നമുക്ക് കിട്ടുക. നമുക്ക് ജീവിതം ആസ്വദിക്കാനും പറ്റും. ഗോലോകേര പ്രേമധന നാമസങ്കീർത്തന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മണ്ടൈൻ വേൾഡത്തെ, ഈ ഭൗതിക ലോകത്തിലെ ഒരു മെറ്റീരിയൽ വേർഡ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നാമമല്ല, ഒരു മന്ത്രമല്ല. This has come directly from the Goloka. ഗോലോകേര പ്രേമധന നാമസങ്കീർത്തന എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മെറ്റീരിയൽ സൗണ്ട് വൈബ്രേഷൻ അല്ല, ഇത് സ്പിരിച്വൽ സൗണ്ട് വൈബ്രേഷൻ ആണ്. ആ സ്പിരിച്വൽ സൗണ്ട് വൈബ്രേഷൻ നമ്മൾ സദാ കീർത്തനീയ സദാഹരി, അല്ലെ? സതതം കീർത്തയന്തോമാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, ആ ഒരു നെക്ടർ, അമൃത്, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ മനുഷ്യ ജന്മം സാർത്ഥകമാക്കും. നമുക്ക് അത് എൻജോയ് ചെയ്യാനും പറ്റും. മറ്റൊന്നും നമുക്ക് എൻജോയ്മെന്റ് തരില്ല, താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു സന്തോഷം കിട്ടുന്നല്ലാണ്ട് ഇത് ആനന്ദാമൃതി വർധനം എന്നാണ് പറയുന്നത്. അതാണ് നാമത്തിന്റെ, ഭഗവാന്റെ നാമത്തിന്റെയും ലീലകളുടെയും ഗുണം. കാരണം ഇത് 3 ഗുണത്തിന്റെയും അതീതമായി ട്രാൻസെൻഡന്റൽ ആണ്. മെറ്റീരിയൽ വേൾഡിലുള്ളത് 3 ഗുണത്തിന്റെ അതീതമാകുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ടെമ്പററി ആണ്, അത് തരുന്ന ബെനിഫിറ്റിനും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ലിമിറ്റേഷൻ, ഇത് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അതാണ് വ്യത്യാസം. കാരണം ഭഗവാന്റെ ദിവ്യനാമങ്ങളാണത്. അത് മാത്രമല്ല, ഈ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു.
നമ്മൾ അറിയുന്നില്ല. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു 10 കൊല്ലം മുമ്പേ അത് 10 കൊല്ലത്തിൽ നമ്മുടെ ഈ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം മുമ്പ് തുടക്കത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്. ഇതെല്ലാം എന്താണ്? നാമത്തിന്റെ ആ ഒരു പൊട്ടൻസി കാരണമാണ്. അതേപോലെ ഭഗവാന്റെ കൃപ കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭുവാണ് നമ്മുടെ ഈ മന്ത്രം ചൊല്ലാൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. മന്ത്രം നമ്മളുടെ ശാസ്ത്രങ്ങളുണ്ട്, പക്ഷെ ചൈതന്യ മഹാപ്രഭു മുഖേനയാണ് ഈ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം എപ്പോഴും ഈ നാമം ചൊല്ലുന്ന ആൾക്കുണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ആധ്യാത്മിക ജീവിതം എപ്പോഴാണ് തുടങ്ങുക? എപ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം തുടങ്ങുക? ദീക്ഷ. യെസ്, ദീക്ഷ എടുത്ത അന്ന് മുതൽക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതം തുടങ്ങും. അതാണ് നമ്മളുടെ അഡ്മിഷൻ. അതുവരെ നമ്മൾ നാമം ജപിച്ചാൽ ഗുണമില്ല, തീർച്ചയായിട്ടും ഗുണമുണ്ടായിരിക്കും. ശരിക്കും അതിന്റെ പൂർണ്ണ ബെനിഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ദീക്ഷ മുതൽക്കാണ് നമുക്ക് അത് കിട്ടുള്ളൂ. അതുവരെ ജപിച്ചത് പാഴാവില്ല. തീർച്ചയായിട്ടും ആ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളിലോ കോളേജിലോ എവിടെ വെച്ച് നമുക്ക് അഡ്മിഷൻ തേടണം. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്പ്രദായത്തിൽ നമ്മൾ ഒരു കണ്ണിയായി കഴിഞ്ഞാൽ നമ്മളുടെ ഗുരു മഹാരാജാവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും കൃപാകടാക്ഷം കൊണ്ട് നമ്മുടെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ. X3. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാൾ കൂടി. ഹരേ കൃഷ്ണ. ചൈതന്യ നിത്യാനന്ദ പ്രഭുവിനും എല്ലാ സ്തുതികളും അദ്വൈത ചന്ദ്രനും ഗൗരാംഗ മഹത്വത്തിന്റെ ഭക്തവൃന്ദത്തിനും എല്ലാ സ്തുതികളും. Okay. All glories to Lord Sri Chaitanya Mahaprabhu and Lord Nityananda, Lord Sri Nityananda. All glories to Advaita Chandra and all glories to the devotees of Lord Gauranga. അപ്പോൾ എല്ലാവരെയും ഗ്ലോറിഫൈ ചെയ്യാണ്, എല്ലാവരെയും കീർത്തിക്കുകയാണ്. ആരെ? ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, പിന്നെ അങ്ങനെ എല്ലാ ഭക്തന്മാരെയും, ഗൗരാംഗ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാരെയും ഇവിടെ എന്താണ് കീർത്തിക്കുകയാണ്, സ്തുതിപാടാണ് ചെയ്യുന്നത്. ആരെ? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അവരുടെ ആ ഒരു മേഴ്സി ഇല്ലാണ്ട്, അവരുടെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് കലികാലത്തില് ഈ മനുഷ്യജന്മത്തില് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ലക്ഷ്യം എന്താണോ അത് കിട്ടണമെങ്കിൽ ഇവരുടെ ഇത് വേണം. അത് എസ്പെഷ്യലി പഞ്ചതത്വം. ഭഗവാൻ തന്നെ 5 തത്വങ്ങളായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കലിയുഗത്തിലെ ബദ്ധാത്മാക്കളാണ്. വി ആർ റിജക്റ്റഡ് സോൾസ്. നമ്മള് കലിയുഗം എന്താണ്? ഫുൾ ഓഫ് ഫോൾസ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള കലി എന്ന് പറഞ്ഞാൽ തന്നെ കലഹം, കാപട്യം, അന്ധകാരം, ഇതാണ്. അപ്പോൾ ഇതിന്ന് രക്ഷിക്കാൻ മഹാപ്രഭുവിന് മാത്രമേ, നിത്യാനന്ദ പ്രഭുവ് മാത്രമേ, അതായത് മറ്റു പഞ്ചതത്വ അവർക്ക് മാത്രമേ സഹായിക്കൂ. അവർക്ക് അവിടെ സ്തുതിപാടാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. തൃതീയ ശ്ലോകേര അർത്ഥാകരി വിവരണ വസ്തു നിർദ്ദേശ രൂപ മംഗളാചരണ. തൃതീയ ശ്ലോകേര അർത്ഥാകരി വിവരണ വസ്തു നിർദ്ദേശ രൂപ മംഗളാചരണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൃതീയ ശ്ലോകേര വിവരണ വസ്തു നിർദ്ദേശ രൂപ മംഗളചരണ. ഹരേ കൃഷ്ണ. ഒരാളും കൂടി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൃതീയ ശ്ലോകേര അർത്ഥ കരി വിവരണ
വസ്തു വസ്തു നിർദ്ദേശ രൂപ മംഗളാചരണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. വിവർത്തനം ശിലപ്രഭുപാദ് കി ജയ്. 3-ാം ശ്ലോകത്തിന്റെ ആദ്യത്തെ 14 അർത്ഥം ഞാൻ വിവരിക്കട്ടെ. പരമനിരപേക്ഷ സത്യത്തെ വിവരിക്കുന്ന മംഗളകരമായ ഒരു സ്പന്ദനമാണത്. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. ഹരിബോൾ. Let me describe the meaning of the third verse of the first 14. ആദ്യത്തെ 14 ശ്ലോകത്തിലത്തെ 3-ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം ഞാൻ തരട്ടെ. ഇറ്റ്സ് an auspicious vibration that describes the absolute truth. അതായത് പരമസത്യത്തിന്റെ അതിനെപ്പറ്റി വിവരിക്കുന്ന മംഗളമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നു. ടെക്സ്റ്റ് 5. യദ്വൈതം ബ്രഹ്മോപനിഷാദി തദ് അപി അസ്യ തനുഭ. യദ്വൈതം ബ്രഹ്മോപനിഷാദി തദപി അസ്യ തനുഭാം. യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോ ശ്യാംസ വിഭവഃ. സദൈശ്വര്യൈ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയം അയം. ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരം ഇഹ. യദ്വൈതം ബ്രഹ്മോപനിഷാദി തദ് അപി അസ്യ തനുഭാം. യത് ആത്മാന്തര്യാമി പുരുഷ ഇതി സോ ശ്യാംസ വിഭവഃ. ഷദൈശ്വര്യൈ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയം അയം. ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരം ഇഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദ്വൈതം ബ്രഹ്മോപനിഷദാദി തത് അപ്പി അസ്യ തനുഭാ. യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോശ്യാംശ വിഭവാ. ഷഡൈശ്വര്യ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയം അയം. ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരം ഇഹ. ഹരിബോൾ. ഒരാളും കൂടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ മാതാജി. വായിച്ചോളൂ മാജി. यद्द्वैतं ब्रह्मोपनिषदि तदप्यस्य तन्वा या आत्मान्तर्यामिषः तदैश्वर्यपूर्णो या भगवान् सा चैतन्या कृष्ण परतत्त्वं परमिह. ഉപനിഷത്തുകൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടത്തെ ശാരീരിക പ്രഭാപുരം മാത്രമാകുന്നു. അന്തര്യാമിയായ പരമാത്മാവായി അറിയപ്പെടുമ്പോൾ അവിടുത്തെ സ്ഥാനീയ വൈകുന്നു. ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകും ശ്രീ ചൈതന്യ മഹാപ്രഭു. ആകയാൽ പരിപൂർണ സത്യം ശ്രീ ചൈതന്യത്തിന് തുല്യമായും മറ്റൊരു സത്യം. ഹരേ കൃഷ്ണ. കവിരൂപം മാറ്റത്തി വായിക്കുമ്പോൾ കുറച്ച് മൈക്ക് അടുത്ത് വെക്കാൻ ചിലപ്പോൾ ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. Okay. What the Upanishads describe as the impersonal Brahman is but the effulgence of his body, and the Lord, known as the Super Soul, is but his localized plenary portion. Lord Chaitanya is the supreme personality of Godhead. Krishna himself, full with 6 opulences, is the absolute truth, and no other truth is greater than or equal to him. എന്താണ് പറയുന്നത്? ഉപനിഷത്തില് ഭഗവാനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഇംപേഴ്സണൽ ബ്രഹ്മൻ അല്ലേ? അതായത് നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മജ്യോതി, അത് എവിടുന്ന്? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നു. അങ്ങനെയാണ് ഉപനിഷത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ് ദ ലോർഡ് നോൺ എസ് സൂപ്പർ സോൾ ഈസ് ബട്ട് ലോക്കലൈസ് പ്ലനറി. അപ്പം പരമാത്മാവ് എന്നാണ് ലോക്കലൈസ് പ്ലനറി പോർഷനാണ്. ലോർഡ് ചൈതന്യ സുപ്രീം പേഴ്സണാലിറ്റി. അപ്പം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സദ്യത അല്ലെ? അപ്പൊ ബ്രഹ്മൻ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ജ്യോതിയാണെങ്കിൽ പരമാത്മാവ് ഭഗവാന്റെ പാർഷ്യൽ എക്സ്പാൻഷനാണ്. പിന്നെ ഭഗവാൻ ഇസ് എ റിയൽ സെൽഫ്, സ്വയം ഭഗവാൻ. ആ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു, കൃഷ്ണ സ്വയമാണ് എന്ന് പറയുന്നത്. ആ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ്? ഫുൾ വിത്ത് 6 ഓപ്പുലൻസസ്, ഷഡൈശ്വര്യങ്ങൾ. എന്താണ് എന്തൊക്കെയാണ് ഷഡൈശ്വര്യങ്ങൾ? ഐശ്വര്യസ്യ സമഗ്രസ്യ, പറയൂ, ആരൊക്കെയാണ് അറിയോ? ഐശ്വര്യസ്യ സമഗ്രസ്യ, ഐശ്വര്യസ്യ
സമഗ്രസ്യ വീരസ്യ യശസ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണം വക ഇന്ത്യൻ കണ്ടം. ഓക്കെ, അതായത് 100 ഫുൾ വെൽത്ത്, ഫുൾ ഫെയിം, ഫുൾ നോളേജ്, ഫുൾ റിനൗൺസിയേഷൻ, പിന്നെന്താ, ഫുൾ ബ്യൂട്ടി, വൺ മോർ, എന്താണ് മിസ് ചെയ്തത്? വീര്യ യെസ്, ഫുൾ സ്ട്രെങ്ത്. ഓക്കെ, അങ്ങനെ 6 ഈ 6 എന്താ ഷഡ് ഐശ്വര്യങ്ങൾ പറയുന്നത്. ഇത് ആർക്കാണോ 100% ഉള്ളത് അദ്ദേഹത്തിനെ ഭഗവാൻ എന്ന് പറയുന്നു. ഇത് ആർക്കാണുള്ളത്? ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. എന്നാൽ വിഷ്ണുവിനില്ല വെച്ചാൽ വിഷ്ണുവിനുണ്ട്. പക്ഷെ ഭഗവാൻ കൃഷ്ണന്റെ ഒരു ക്വാളിറ്റി, നമ്പർ ഓഫ് ക്വാളിറ്റീസ് രൂപ ഗോസ്വാമി നമുക്ക് പറഞ്ഞത് പ്രകാരം 64 ക്വാളിറ്റീസ് ഭഗവാൻ കൃഷ്ണൻ ഉണ്ടെങ്കിൽ 60 ക്വാളിറ്റീസേ ഉള്ളൂ വിഷ്ണുവിന്. 4 ക്വാളിറ്റീസ് അപ്പോഴും ഭഗവാൻ കൃഷ്ണനാണ് കൂടുതൽ. അതുകൊണ്ട് കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ ഷഡ് ഐശ്വര്യങ്ങൾ ഫുള്ളായിട്ട് 100% ഈ 6 ഒപ്പനൻസും ചൈതന്യ മഹാപ്രഭുവിനുണ്ട്. സോ ഹീസ് അബ്സല്യൂട്ട് ട്രൂത്ത് ആൻഡ് നോ അതർ ട്രൂത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറയും? അസമ ഊർധ്വ, സമ ഊർധ്വ, അസം ഊർധ്വ, സമമായിട്ട് ഇല്ല, ഊർധ്വ മുകളിൽ അറിവില്ല. നോ വൺ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ലോർഡ് കൃഷ്ണ ഓർ ചൈതന്യ മഹാപ്രഭു എന്നാണ് പറയുന്നത്. The compilers of the Upanishad speaks very highly of the impersonal Brahman. അപ്പോൾ ഉപനിഷത്തിൽ കൂടുതലും ഭഗവാനെ impersonal ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. So the Upanishads, which are considered the most elevated portions of the Vedic literatures, are meant for person who decide to get free from material association and who therefore approach a bona fide spiritual master for enlightenment. Okay, the argument is who wants to get free from material association. ഭൗതിക ലോകത്തു നിന്നും ആർക്കാണ് മുക്തി കണ്ട അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അവര് ഒരു ബോണഫൈഡ് ഗുരുവിനെ സമീപിക്കുന്നു അവരുടെ എൻലൈറ്റൻമെന്റ് വേണ്ടിയിട്ട്. സോ ദ പ്രിഫിക്സ് ഉപ indicates that one must receive knowledge about the absolute truth from a spiritual master. Okay, അടുത്ത് ഗുരുവിന്റെ അടുത്തിരുന്ന് ജ്ഞാനമെല്ലാം നേടിയിട്ട് നമ്മൾ ആ പരമപദത്തിലേക്ക് എത്തുക ഗുരുവിന്റെ സഹായത്തോടു കൂടിയിട്ട്. One who has faith in his spiritual master actually receives transcendental instruction, and as his attachment for material life slackens, he is able to advance on the spiritual path. അപ്പോൾ ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം, ഗുരുവിന്റെ അനുഗ്രഹപ്രകാരം നമുക്ക് ഭൗതിക തലത്തിലുള്ള ആ ഇച്ഛകളും ആഗ്രഹങ്ങളെല്ലാം കുറഞ്ഞു വരും. അതേസമയത്ത് തന്നെ ആധ്യാത്മിക തലത്തിലുള്ള അതിനുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം അത് കൂടുതൽ നമുക്ക് അറിയണം. ഭഗവാനെ പറ്റി അറിയണം, എന്നെ പറ്റി അറിയണം, എന്താണ് ഈശ്വര സാക്ഷാത്കാരം, ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരും. ഒക്കെ ഒന്ന് ഭൗതിക തലത്തിലുള്ള ഡിറ്റാച്ച്മെന്റ് അവിടെ നടക്കും. ഡിറ്റാച്ചിങ് ഫ്രം മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, അറ്റാച്ചിങ് ടു സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. അതാണ് ഒരു ഗുരുവിന്റെ ഒരു ഇത് അവിടുത്തെ ഒരു കോൺട്രിബ്യൂഷൻ. So one who has faith in his spiritual master actually receives transcendental instruction, and as his attachment for material life slackens, he is able to advance on the spiritual path. The knowledge of the transcendental science of the Upanishads can free one from the entanglement of existence in the material world, and when thus liberated, one can be elevated to the spiritual kingdom of the Supreme Personality of Godhead by advancement in spiritual life. The beginning of spiritual enlightenment is റിയലൈസേഷൻ ഓഫ് ദ ഇംപേഴ്സണൽ ബ്രഹ്മൻ. അപ്പോൾ അതിന്റെ തുടക്കം നമ്മൾ ഭഗവാന്റെ ഇംപേഴ്സണൽ ആസ്പെക്ട് മനസ്സിലാക്കുന്നു. അതായത് ആ ബ്രഹ്മൻ ജ്യോതി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന്. സച്ച് റിയലൈസേഷൻ ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാജുവൽ നെഗേഷൻ ഓഫ് മെറ്റീരിയൽ വെറൈഗേറ്റ്നസ്. ഇംപേഴ്സണൽ ബ്രഹ്മൻ റിയലൈസേഷൻ ഇസ് പാർഷ്യൽ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പ്രഭാത് പറയുന്നത് അത് പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ബ്രഹ്മനെ മനസ്സിലാക്കുന്നത്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന ജ്യോതി, അതാണ് ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന പദം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ വ്യത്യാസം. ചിലപ്പോൾ ബ്രഹ്മൻ ജീവാത്മാവിനെയും പറയും, പരമാത്മാവിനെയും പറയും, ബ്രഹ്മജ്യോതിയും പറയും, എല്ലാം പറയും, ഭഗവാനെയും പറയും. അപ്പൊ ഇവിടെ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ദ ഇംപേഴ്സണൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതി.
So it is compared to one seeing a hill. അപ്പൊ ഇതിന് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇത് എങ്ങനെ ഇത് മനസ്സിലാവും? ബ്രഹ്മൻ റിയലൈസസ് പാർഷ്യൽ ഡിസ്റ്റന്റ് എക്സ്പീരിയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത് ദാറ്റ് വൺ അച്ചീവ്സ് ത്രൂ ദ rational approach. It is compared to one seeing a hill from a distance and taking it to be a smoky cloud. അപ്പൊ ഒരു ഉദാഹരണം, അതായത് ബ്രഹ്മൻ പരമാത്മാ ആൻഡ് ഭഗവാൻ ഇതിനെ മനസ്സിലാക്കി തരാനുള്ള ഉദാഹരണം കൊടുക്കുകയാണ് ഇവിടെ. എന്താണ്? നമ്മളൊരു പർവ്വത്തിനെ കാണുന്ന ദൂരത്തുനിന്ന്, അപ്പൊ അതൊരു സ്മോക്കി ക്ലൗഡായിട്ട് കാണുന്നുള്ളൂ. നമുക്ക് എക്സാക്ട്ലി അത് എന്താണെന്ന് അറിയുന്നില്ല. നമ്മൾ അടുത്ത് ചൊല്ലുന്തോറും ഒരു ക്ലാരിറ്റി കിട്ടും. ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി വൺ ഫ്രം എ ഡിസ്റ്റൻസ് ബിക്കോസ് ഓഫ് അവർ ഇംപെർഫെക്റ്റ് വിഷൻ. In imperfect or smoky realization of the absolute truth, spiritual variegatedness is conspicuous by its absence. The experience is therefore called Advaita Vada or realization of the oneness of the absolute. അപ്പൊ എല്ലാം ഒരുമിച്ച് കാണുന്നു. അപ്പൊ അവിടെ നമുക്ക് വെറൈഗേറ്റഡ്നെസ് കാണുന്നില്ല. ദൂരത്ത് നിന്ന് പോകുമ്പോൾ ഒരു സ്മോക്കി ഒരു ഇതായിട്ട് കാണുന്നുള്ളൂ അല്ലെ. പക്ഷെ അടുത്ത് ചെല്ലുന്നതോറും ക്ലാരിറ്റി കിട്ടും. അങ്ങനെയല്ല, അതിലെ ഒരു റോക്കി ഹില്ലാണ്, അതിൽ ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ ഉള്ളിൽ, മരങ്ങളുടെ ഇടയിൽ ഒരുപാട് വന്യമൃഗങ്ങളുടെ, പക്ഷികളുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന്. ആസ് വി ഗോ നിയർ ടു ദ ഹിൽ വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. So the impersonal glowing effulgence of Brahman consists only of the personal body rays of the Supreme Godhead, Sri Krishna. Since Sri Gaurasundara or Lord Sri Chaitanya Mahaprabhu is identical with Sri Krishna himself, the Brahman effulgence consists of the rays of his transcendental body. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ വന്ന ആ ദിവ്യമായിട്ടുള്ള പ്രകാശത്തിനെയാണ് ബ്രഹ്മൻ എന്ന് ഇവിടെ പറയുന്നത്, ബ്രഹ്മജ്യോതി. Similarly, the super soul, which is called the Paramatma, is a plenary representation of Chaitanya Mahaprabhu. പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ പാർഷ്യൽ representation ആണ്. The Antaryami, the super soul, is everyone's heart, in everyone's heart, is the control of all living entities. അപ്പോൾ ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ എല്ലാവരും ഹൃദയത്തിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളെ വിറ്റ്നസ് ചെയ്യുന്നു, സാങ്ഷൻ ചെയ്യുന്നു. This is confirmed in the Bhagavad Gita 15:15, wherein Lord Krishna says, Sarvasya chaham hridhi sannivishta. എല്ലാവരുടെയും ഹൃദയത്തില് ഞാൻ ഉണ്ട് എന്ന് 15:15 പറയുന്നു. I am situated in everyone's heart. Bhagavad Gita 5.29 also states, Bhoktaram yatnya tapasam sarvaloka maheshwaram, indicating that the Supreme Lord, acting in his expansion as the super soul, is the proprietor of everything. ഭഗവാനാണ് ഇതിന്റെ എല്ലാ ലോകങ്ങളുടെയും അധിപൻ, പ്രൊപ്പറേറ്റർ എന്ന് ആ 529 പറഞ്ഞു തരുന്നുണ്ട്. Similarly, the Brahma Samhita states, അണ്ടാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥം എന്നുള്ള അതില് the Lord is present everywhere within the heart of every living entity and within each and every atom as അണ്ടാന്തരസ്ഥ. ഓരോ ആറ്റമിലും ഓരോ കണികളിലും ഭഗവാന്റെ പ്രസൻസ് പരമാത്മാവിന്റെ രൂപത്തിലുണ്ട്. Thus, by this super soul feature, the Lord is all pervading. Furthermore, Lord Chaitanya is also the master of all wealth, strength, fame, beauty, knowledge, and renunciation, because he is Sri Krishna himself. ഷഡൈശ്വര്യങ്ങൾ നിറഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭു, കാരണം കൃഷ്ണനിൽ നിന്നും ഭിന്നമല്ല. Is described as Purna or complete. In the feature of Lord Chaitanya, the Lord is an ideal renouncer, just as Sri Rama was an ideal king. Lord Chaitanya accepted the order of sannyasa and exemplified exceedingly wonderful principles in his own life. ശരിക്കും എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റീസും സന്യാസ ആശ്രമത്തിൽ ഇരുന്നിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാം നമുക്ക് റിയൽ ലൈഫിൽ അദ്ദേഹം അത് കാണിച്ചു തന്നിട്ടുണ്ട്. നോ വൺ ക്യാൻ കമ്പയർ ടു ഹിം ഇൻ ദ ഓർഡർ ഓഫ് സന്യാസ. സോ ടോപ്പ് മോസ്റ്റ് സന്യാസി. അപ്പോൾ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ അനുകരിക്കാൻ പാടില്ല, ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷനെ അനുസരിക്കാനേ പാടുള്ളൂ. Although in Kali-yuga, acceptance of the sannyasa order is generally forbidden. കലിയുഗത്തിൽ നമുക്ക് സന്യാസം എടുക്കാനുള്ള ആ ഒരു ഇതില്ല, നിയമം സമ്മതിക്കുന്നില്ലെങ്കിലും കൂടി ചൈതന്യ മഹാപ്രഭു എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്? ജനറലി ഫോർബിഡൻ. ലോർഡ് ചൈതന്യ അക്സെപ്റ്റഡ് ബിക്കോസ് ഹി ഈസ് കംപ്ലീറ്റ് ഇൻ റിനൗൺസിയേഷൻ. നമുക്കത് ആ സ്റ്റേജിലേക്ക് എത്താനേ പറ്റില്ല, കാരണം ഇദ്ദേഹം ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. സോ അതേഴ്സ് കനോട്ട് ഇമിറ്റേറ്റ് ഹിം but can only follow in his footsteps as far as possible. Those who are unfit for this order of life are strictly forbidden by the injunctions of the Shastras to accept it. Lord Chaitanya, however, is complete in renunciation as well as all other opulences.
He is therefore the highest principle of the absolute truth. But by an analytical study of the truth of Lord Chaitanya, one will find that he is not different from the Supreme Personality of Godhead, Sri Krishna. No one is greater than or even equal to him. In Bhagavad Gita 7.7, Lord Krishna says to Arjuna, Matha Paradanam na anyat kinchidasti dhanaya. Jnanallade verru paramasatyam illa ennu Bhagavan Arjunanodu parayunnu. O conqueror of wealth, Arjuna, there is no truth superior to me. Thus, it is here confirmed that there is no truth higher than Lord Sri Krishna Chaitanya. The impersonal Brahman is the goal of those who cultivate the study of books of transcendental knowledge, and super soul is the goal of those who perform yoga practice. അപ്പോൾ impersonal Brahman ആണ് മായാവത ഫിലോസഫേഴ്സ്. ഓക്കെ, മായാവാദികളാണ് ഇത് പഠിക്കുക. യോഗ സിസ്റ്റം ആരാണ്? അത് സൂപ്പർ സോളിനെ പഠിക്കുന്ന യോഗികൾ. One who knows the supreme personality of Godhead surpasses realization of both Brahman and Paramatma, because Bhagavan is the ultimate platform of absolute knowledge. The personality of Godhead is the complete form of Satchidananda, full life, knowledge and bliss. By realization of Sat portion of the complete whole, unlimited existence, one realizes the impersonal Brahman aspect of the Lord. By realization of the Chit portion of the complete whole, unlimited knowledge, one can realize the localized aspect of the Lord, the Paramatma, but neither of this partial realization of the complete whole can help one realize Ananda, bliss, Sat, Chit and Ananda, or complete bliss. Without such realization of Ananda, knowledge of the absolute truth is incomplete. This verse of Chaitanya Charitamrita by Krishnadas Kaviraj Goswami is confirmed by a parallel statement in the Tattva Sandarbha by Srila Jiva Goswami. In the 8th part of the Tattva Sandarbha, it is said that the absolute truth is sometimes approached as impersonal Brahman, which although spiritual is only a partial representation of the absolute truth. അപ്പോൾ ജീവ ഗോസ്വാമിയുടെ തത്വ സന്ദർഭത്തിലും പറയുന്നത് impersonal Brahman ആ absolute truthന്റെ partial representation മാത്രമാണ്. Narayana, the predominating deity in Vaikunta, is to be known as an expansion of Sri Krishna, but Sri Krishna is the supreme absolute truth, the object of the transcendental love of all living entities. Even Lord Narayana, who is the predominating deity in Vaikunta, Vaikunta ലോകത്തിലെ നാരായണ ഭഗവാൻ കൂടിയിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ എക്സ്പാൻഷൻ ആകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, the object of the transcendental love of all living entities. ഇതില് ജീവഗോസ്വാമി തത്വ സന്ദർഭത്തില് ഷഡ് സന്ദർഭ അതിലത്തെ തത്വ സന്ദർഭത്തിലാണ് ജീവഗോസ്വാമി ഈ വിവരണങ്ങൾ നമുക്ക് തരുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा.